നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ കാര്യം കേൾക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ മക്കളൊക്കെ വളരുന്ന സമയത്ത് അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ അയൽവാസികൾ വീട്ടിൽ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് തന്നെ അവരോട് പറയാം, കുട്ടി പഠിക്കാൻ ശരിയില്ല, അനുസരണ കുറവാണ്, അവന് തീരെ ബുദ്ധിയില്ല, ഓർമ്മശക്തിയില്ല, എപ്പോഴും അലസതയാണ് തുടങ്ങിയ അവരുടെ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം പറയുകയാണെങ്കിൽ ആ കുട്ടി എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ അയൽവാസികളോടും സുഹൃത്തുക്കളോടൊക്കെ അവൻ്റെ ഗുണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു നോക്ക്. എല്ലാ കുട്ടികൾക്കും ഗുണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാഞ്ഞിട്ടാണ്. ഇല്ല 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 എന്ന് ആവർത്തിച്ച് പറയുന്നതിലോടുകൂടി ആ കാര്യം ഇല്ലാതാവുകയും, ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് 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 എന്ന് നിരന്തരം പറയുമ്പോൾ അത് സംഭവിക്കുകയും ചെയ്യും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ പർവ്വതീകരിച്ച് പറയണ്ട. നേരെ മറിച്ച് ഗുണങ്ങൾ നിങ്ങളത് പർവ്വതീകരിച്ച് പറയുകയും മറ്റുള്ളവരോടൊക്കെ പറയുകയും അവരുടെ മുമ്പിൽ വെച്ചത് ഉറക്കെ പറയുകയും ചെയ്യുക. അങ്ങനെ കുട്ടികളുടെ കുറവുകൾ പരമാവധി നമ്മൾ അവരോട് മാത്രം പറയുകയും മറ്റുള്ളവരോട് പറയാതിരിക്കുകയും ചെയ്യുക. കുട്ടികളുടെ ഗുണങ്ങൾ അവരോടും മറ്റുള്ളവരോടും പറയുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും.